ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സമ്മർദ്ദം ശക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. നാളെ വൈകുന്നേരത്തോടെ ഹോർമുസ് തുറന്നിറങ്ങിൽ ഇറാന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നതാണ് മുന്നറിയിപ്പ്. എന്നാൽ 48 മണിക്കൂറിനുള്ളിൽ ധാരണയിലെത്തി ഹോർമുസ് തുറക്കണമെന്നും ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളിയിരിക്കുകയാണ്. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്തുമെന്നാണ് ഇറാന്റെ നിലപാട്. വാർത്തയുടെ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വീണ്ടും ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ട്രംപ്. കഴിഞ്ഞ ദിവസം ഇറാനെ അന്ത്യശാസനവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, അതിശക്തമായ നിലപാടുകളായിരുന്നു ഇന്നലെ അറിയിച്ചത്. അതിന്റെ ഒരു രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെല്ലാം തന്നെ ആക്രമിക്കുകയും അതിശക്തമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന ഒരു കൃത്യമായ നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുദ്ധം ഇനിയും കൂടുതൽ ശക്തമാകാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തന്നെയാണ്. അതിശക്തമായ ഒരു ആക്രമണം ഹോർമുസിനെ മോചിപ്പിക്കുന്നതിന്റെയും അതുപോലെ തന്നെ സമാധാന ധാരണയിൽ എത്തുന്നതിന്റെയും ഭാഗമായി നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ 10 ദിവസത്തെ ഈ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ഒരു നിലപാട്, 10 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്നൊരു നിലപാട് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. അതിന്റെ അന്ത്യശാസനത്തിന്റെ ദിവസം ഇന്ന് കഴിയുകയാണ്. ഏപ്രിൽ 6 സാങ്കേതികമായി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം, അതായത് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹോർമുസിനെ തുറന്നു കൊടുക്കാനുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ ആക്രമണം നടക്കുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയൊക്കെ അതിശക്തമായ ആക്രമണം നടക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇറാന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾക്ക് പുറമെയുള്ള സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ ആക്രമിക്കുന്ന നീക്കം ഇപ്പോഴും തുടരുകയാണ് അമേരിക്ക എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ അതിശക്തമായ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം തുടരുകയും ഇനി വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യമിടുമെന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ അതിശക്തമായ ആക്രമണം ഇക്കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പെട്രോകെമിക്കൽ വ്യവസായ രംഗം അതുപോലെ തന്നെ ഇരുമ്പുരുക്ക് വ്യവസായ രംഗത്തെ എല്ലാം തന്നെ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി ഇനി വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും വരുന്നത്. ഒരുപക്ഷെ ഹോർമുസ് തുറക്കാനോ അല്ലെങ്കിൽ സാങ്കേതികമായ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താനോ ഇറാൻ നിർബന്ധിതമായേക്കുമെന്ന ഒരു സൂചന തന്നെയാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. ശരി ഐസൻ.